ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകളിലേക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ പോലീസ് ജനമൈത്രി കേന്ദ്രത്തിന് തോപ്പുംപടിയിൽ തറക്കല്ലിട്ടു. പോലീസിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുവാൻ ആരെയും അനുവദിക്കില്ലെന്ന് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. കേരള പിറവിയോടനുബന്ധിച്ച് CPIM ബ്രാഞ്ച് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ നവോത്ഥാന സദസ്സ് സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. ഇന്ത്യയിലെ ആദ്യത്തെ പോലീസ് ജനമൈത്രി കേന്ദ്രത്തിന് തോപ്പുംപടിയിൽ തറക്കല്ലിട്ടു. സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ജനമൈത്രി കേന്ദ്രത്തിന് തറക്കല്ലിട്ടത്. നിരീക്ഷണ ക്യാമറകളുടെ സ്വിച്ച് ഓൺ കർമ്മവും ആഭ്യന്തരമന്ത്രി നിർവഹിച്ചു. കേന്ദ്രമന്ത്രി പ്രൊഫസർ KV തോമസ് MP ഫണ്ടിൽ നിന്നും അനുവദിച്ച 63.5 ലക്ഷം രൂപ ചെലവ് ചെയ്താണ് തോപ്പുംപടി പോലീസ് സ്റ്റേഷനോട് ചേർന്ന് ജനമൈത്രി കേന്ദ്രം നിർമ്മിക്കുന്നത്. സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പുതിയ മന്ദിരത്തിന് തറക്കല്ലിട്ടു. പശ്ചിമ കൊച്ചിയിൽ കുറ്റകൃത്യങ്ങൾ കണ്ടുപിടിക്കാൻ പോലീസിനെ സഹായിക്കുന്നതിന് വേണ്ടി സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറയുടെ സ്വിച്ച് ഓൺ കർമ്മവും മന്ത്രി നിർവഹിച്ചു. നിരീക്ഷണ ക്യാമറ പകർത്തുന്ന തത്സമയ ദൃശ്യങ്ങളാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തോപ്പുംപടി BOT പാലത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന നിരീക്ഷണ ക്യാമറ പകർത്തുന്ന ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ കാണാം. ഇതോടനുബന്ധിച്ച് ചേർന്ന സമ്മേളനം കേന്ദ്രമന്ത്രി പ്രൊഫസർ KV തോമസ് ഉദ്ഘാടനം ചെയ്തു. ആരു ഭരിച്ചാലും പോലീസിനെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ തോമസ് മാസ്റ്റർ പറഞ്ഞു. അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ കമ്മീഷനോട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഒന്ന് പരിശോധിക്കണമെന്ന് അപ്പുറത്ത് ഞാൻ ഇതുവരെയും പറഞ്ഞിട്ടില്ല. കാരണം പോലീസിനെ സ്വതന്ത്രമായി വിടാൻ കഴിയണം, അവരന്വേഷിക്കട്ടെ. ഞാനാണ് ഏറ്റവും കൂടുതൽ പോലീസിൽ നിന്ന് ഒരുപാട് ഏറ്റെടുത്തിട്ടുള്ളത്. ഞാൻ പല കേസുകളിൽ പ്രതിയായ ആളാണ്. പക്ഷെ അന്നൊന്നും ഞാൻ പറയും പോലീസിൻ്റെ ഭാഗത്ത് പൊക്കോട്ടെ, അന്വേഷിച്ചോട്ടെ, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ, അതിനപ്പുറത്തൊന്നും. പക്ഷേ പോലീസ് സ്വതന്ത്രമായതുകൊണ്ടാണ് നിങ്ങളും ഞാനും ഇവിടെ ഈ സ്വാതന്ത്ര്യത്തിൻ്റെ ശ്വാസം അനുഭവിക്കുന്നത്. പശ്ചിമ കൊച്ചി എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചാൽ, ഒന്ന്, ഇത് സെൻസിറ്റീവ് ഏരിയ. രണ്ട്, ഏറ്റവും കൂടുതൽ മയക്കുമരുന്നിൻ്റെ ബിസിനസ്സുള്ളൊരു പ്രദേശം ഇതാണ്. സർക്കാരിന് മാത്രമായി വികസന പ്രവർത്തനങ്ങളിൽ മുതൽ മുടക്കാനാവില്ലെന്നും തോമസ് മാസ്റ്റർ പറഞ്ഞു. ഇപ്പോൾ പശ്ചിമ കൊച്ചിയിലെ സ്കൂളുകളിൽ നടപ്പിലാക്കുന്ന വിദ്യാപോഷണം പോഷക സമൃദ്ധം എന്ന പോഷകാഹാര പദ്ധതി സ്വകാര്യ സ്ഥാപനങ്ങളുടെ സഹായത്തോടെയാണ് നടപ്പിലാക്കുന്നതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഉദ്ഘാടന യോഗത്തിൽ MLA ഡൊമിനിക് പ്രസന്റേഷൻ അധ്യക്ഷനായി. ഞാനിവിടെ സ്മരിക്കുകയാണ് എന്ന് മാത്രമല്ല, എനിക്ക് തോമസ് മാഷിക്ക് പോലീസിനോട് സ്വല്പം താല്പര്യം കൂടുതലുണ്ട്. എന്തുകൊണ്ടെന്നാൽ അന്ന് തന്നെ അദ്ദേഹം എറണാകുളത്ത് പോലീസ് ക്വാർട്ടേഴ്സിലെ പാർക്ക് നന്നായി കൊടുത്ത അദ്ദേഹമാണ് പോലീസുകാരുടെ കുടുംബത്തിന് വിശ്രമിക്കാൻ. അപ്പം അതിൻ്റെ ഒരർത്ഥം പോലീസ് സംവിധാനത്തിൽ പോലീസുകാരുടെ വ്യക്തിപരമായ കുടുംബപരമായ കാര്യങ്ങളിൽ പോലും അദ്ദേഹം താല്പര്യമെടുക്കുന്നു എന്നതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഈ പുതിയ സംവിധാനങ്ങൾക്ക് വേണ്ടി MPയുടെ ഫണ്ട് ചെലവഴിക്കാൻ അദ്ദേഹം തീരുമാനിച്ചത്. അദ്ദേഹത്തെ മേയർ ടോണി ചെമ്മണി, GCDA ചെയർമാൻ വേണുഗോപാൽ, IG K പത്മകുമാർ, ഡിവിഷൻ കൗൺസിലർ സെലിൻ പീറ്റർ തുടങ്ങിയവർ സംസാരിച്ചു. CC ക്യാമറ ഉപയോഗിച്ച് എങ്ങനെയാണ് കുറ്റവാളികളെ വലയിലാക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് സേഫ് കൊച്ചി സെക്യൂർ കൊച്ചി എന്ന ഡോക്യുമെന്ററിയും ഉദ്ഘാടന ചടങ്ങിൽ പ്രദർശിപ്പിച്ചു. Narrow 10 CRV7 calling over. Narrow 10 answers over. പോലീസിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുവാൻ ആരെയും അനുവദിക്കില്ലെന്ന് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. കൊച്ചിയിലെ കുറ്റകൃത്യങ്ങളിൽ ഗണ്യമായ കുറവ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി പറഞ്ഞു. തോപ്പുംപടിയിൽ ആരംഭിക്കുന്ന ജനമൈത്രി കേന്ദ്രത്തിന്റെ തറക്കല്ലിട്ടുകൊണ്ട് സംസാരിക്കുകയായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. എത്ര ഉന്നതനായാലും പോലീസിന്റെ കൃത്യനിർവഹണത്തെ തടയാൻ ശ്രമിച്ചാൽ അംഗീകരിക്കാൻ ആവില്ലെന്ന് തിരുവഞ്ചൂർ പറഞ്ഞു. എന്തിനും ഏതിനും CBI അന്വേഷണം ആവശ്യമാണെന്ന് പറയുന്നവർ TP ചന്ദ്രശേഖരൻ വധത്തിന് ശേഷം കേസുകൾ സംസ്ഥാന പോലീസ് അന്വേഷിച്ചാൽ മതി എന്നാണ് പറയുന്നത്. സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിച്ചാൽ സ്കോട്ട്ലൻഡ് യാർഡ് പോലീസിനേക്കാൾ വേഗത്തിൽ കേരള പോലീസ് കേസ് അന്വേഷണം പൂർത്തിയാക്കുമെന്നും തിരുവഞ്ചൂർ പറഞ്ഞു. സ്കോട്ട്ലൻഡ് യാർഡ് പോലീസിനെ പോലും വെല്ലത്തക്ക വിധത്തിൽ പോലീസിന് പോകാൻ കഴിയും എന്നുള്ളത് നമ്മളുടെ ആത്മവിശ്വാസമായി നിൽക്കുകയാണ്. ആ ആത്മവിശ്വാസത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയണം. കേരളത്തിൽ ഏത് കേസുണ്ടായാലും
ആളുകൾ പണ്ട് പറഞ്ഞിരുന്നത് എന്താ, CBIക്ക് വിടണം എന്നാണ്. TP ചന്ദ്രശേഖരന്റെ വധത്തിന് ശേഷം ആളുകൾ പറയുന്നു അതല്ല, ഈ പോലീസ് ടീമിനെ തന്നെ വെച്ച് അന്വേഷിപ്പിച്ചാൽ മതി, CBI വേണ്ട എന്നുള്ള നിലയിലാണ്. കൊച്ചി നഗരത്തിൽ കുറ്റകൃത്യങ്ങളുടെ തോത് ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. 2010 363 കൊലപാതകങ്ങളാണ് കൊച്ചിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഇത് 2012 ആയപ്പോഴേക്കും 183 കുറഞ്ഞു. ക്രൈം റേറ്റ് നോക്കുമ്പോൾ നമ്മുടെ ക്രൈം റേറ്റ് വളരെ കുറഞ്ഞിരിക്കുന്നു. കൊച്ചിയിൽ ഉണ്ടായിരിക്കുന്ന ക്രിമിനൽ കുറ്റങ്ങൾ ഏറെക്കുറെ ഒരു 2 വർഷത്തെ നമ്മളെടുത്ത് നോക്കിയാൽ 2010 ക്രിമിനൽ കുറ്റങ്ങളുടെ ഒരു റേറ്റും ഇപ്പോഴത്തെ വരുമ്പോൾ വളരെ താഴോട്ട് വന്നിരിക്കുന്നത്. താഴോട്ട് വന്നു എന്നുള്ളതിൽ ഞാൻ വളരെ സന്തോഷം രേഖപ്പെടുത്തുകയാണ്. സത്യം പറഞ്ഞാൽ 2010 363 കൊലപാതകം നമ്മുടെ കൊച്ചിയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ വർഷം ഈ 2012 നമ്മുടെ ഈ കൊച്ചിയിൽ ഇപ്പൊ 2012 തീരാൻ പോവുകയാണ്. 183 കൊലപാതകങ്ങളുടെ റേറ്റ് കുറഞ്ഞിരിക്കുകയാണ്. ഇവിടെ കൊലപാതക ശ്രമം 361 കൊലപാതക ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് 2010. ഇപ്പൊ അത് 274 കുറഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ എന്റെ കയ്യിൽ ഇത് സംബന്ധിച്ച് ഈ ക്രിമിനൽ ആക്ടിവിറ്റീസ് സംബന്ധിച്ച് ഒരു കണക്കുണ്ട്. 363 കൊലപാതക ശ്രമങ്ങൾ നടന്നു. 2 വർഷത്തിന് ശേഷം ഇത് 274 കുറഞ്ഞിട്ടുണ്ട്. 2010 4380 മോഷണങ്ങളാണ് കൊച്ചിയിൽ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ 2012 ആയപ്പോഴേക്കും ഇത് 2006 ചുരുങ്ങിയിട്ടുണ്ട്. നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുന്നതോടെ കൊച്ചി നഗരം പൂർണ്ണമായും പോലീസിന്റെ നിരീക്ഷണ വലയത്തിൽ ആകുമെന്നും തിരുവഞ്ചൂർ പറഞ്ഞു. കേരള പിറവിയോടനുബന്ധിച്ച് CPM ബ്രാഞ്ച് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ നവോത്ഥാന സദസ്സ് സംഘടിപ്പിച്ചു. പ്രഭാഷണങ്ങളും പൊതുയോഗങ്ങളും ചലച്ചിത്ര പ്രദർശനങ്ങളും നടത്തിക്കൊണ്ടാണ് നവോത്ഥാന സദസ്സ് സംഘടിപ്പിച്ചത്. കേരളപ്പിറവി ദിനത്തിൽ പള്ളുരുത്തിയുടെ വിവിധ ഭാഗങ്ങളിലാണ് CPM നവോത്ഥാന സദസ്സ് സംഘടിപ്പിച്ചത്. പള്ളുരുത്തി കടയഭാഗം BJ പോൾ ഹാളിൽ നടന്ന നവോത്ഥാന സദസ്സിൽ CPM എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം CB ദേവദർശൻ മുഖ്യ പ്രഭാഷണം നടത്തി. ഏറ്റവും കൂടുതൽ സ്ത്രീകൾ വിദ്യാസമ്പന്നരായ സ്ഥലം എവിടെയാണ്? പണ്ട് സ്ത്രീ കഷ്ടം പഠിക്കാൻ പാടില്ല. സ്ത്രീ ശൂദ്രോ വേദമതീതമാണ്. സ്ത്രീയും ശൂദ്രനും ഒരുപോലെയാണ്. രണ്ടുപേരും വേദം പഠിക്കരുത്, അക്ഷരം പഠിക്കരുത്. ശൂദ്രൻ അക്ഷര സംയുക്ത ദൂരത പരിവർത്തിയ അക്ഷരം കണ്ടാ ഓടിപ്പോണ അതല്ല. സ്ത്രീകൾക്ക് പദവി വർദ്ധിച്ചു, അവരെ സാക്ഷരരാക്കി. വലിയ പുല്ലാര സന്മാർഗോദയ വായനശാലയ്ക്ക് മുന്നിൽ നടന്ന നവോത്ഥാന സദസ്സിൽ EMSനെ കുറിച്ചുള്ള ചലച്ചിത്രം പ്രദർശിപ്പിച്ചു. CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയന്റെ പ്രസംഗത്തിന്റെ വീഡിയോയും പ്രദർശിപ്പിച്ചു. എടുത്തു പറയുകയും ചെയ്യുന്നതിലൂടെ രാജ്യത്തിലെ വിധ്വംസക ശക്തികൾക്കെതിരെയുള്ള നിലപാടുകളും കേരളം മലയാളികളുടെ മാതൃഭൂമിയിൽ ഉണ്ട് എന്ന് കാണാൻ നമുക്ക്. റെഡ് സ്റ്റാർ ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന നവോത്ഥാന സദസ്സിൽ CPIM പള്ളുരുത്തി ഏരിയ സെക്രട്ടറി TK വത്സൻ സംസാരിച്ചു. ഈ രാജ്യത്ത് നടത്തിയ വിമോചന സമരം ഒരു പാവപ്പെട്ടവന്റെ, സാധാരണക്കാരന്റെ, കുടിയിടപ്പുകാരന്റെ, കുടിയാന്റെ, പാട്ടക്കാരന്റെ എല്ലാം അവകാശം സംരക്ഷിക്കാനുള്ള പാവങ്ങളുടെ ഒരു ഗവൺമെന്റ് വന്നപ്പോ എല്ലാ ജാതി കോമരങ്ങളും ഉറഞ്ഞു തുള്ളി. ജാതി കോമരങ്ങളുടെ എല്ലാ പിന്തുണയും ഇവിടുത്തെ ജാതീയ പ്രമാണിമാർ കോൺഗ്രസിന്റെയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണയോടുകൂടി വിമോചന സമരം നടത്തി. ആ പാർട്ടിയെ മൺമറഞ്ഞ കാതികൻ ഇടക്കൊച്ചി പ്രഭാകരന്റെ പേരിൽ ആരംഭിക്കുന്ന കലാകേന്ദ്രത്തിന് പള്ളുരുത്തിയിൽ തുടക്കമായി. പ്രശസ്ത ചലച്ചിത്ര നടി കവിയൂർ പൊന്നമ്മ ഭദ്രദീപം കൊളുത്തി കലാമന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കഥാപ്രസംഗം, നാടകം തുടങ്ങിയ ബോധനകലകളെ പുനരുജ്ജീവിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പള്ളുരുത്തി കേന്ദ്രമാക്കി ഇടക്കൊച്ചി പ്രഭാകരൻ സ്മാരക കലാകേന്ദ്രം ആരംഭിക്കുന്നത്. കലാകേന്ദ്രത്തിന്റെ ഉദ്ഘാടനം പ്രശസ്ത ചലച്ചിത്ര നടി കവിയൂർ പൊന്നമ്മ നിർവഹിച്ചു. എനിക്ക് അർജുനോട് ഒരുപാട് ഇഷ്ടം തോന്നാനുണ്ടായ ഒരു കാരണം, അർജു കുറച്ചൊക്കെ എന്നെ പോലെയാണ്, എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്നത് കാണാം. അപ്പൊ അതുകൊണ്ട് അന്ന് മുതലേ എനിക്കൊരു പ്രത്യേക ഇഷ്ടം അർജുൻ്റെ അടുത്തുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ കാണാറുണ്ട്. അർജു ഒരുപാട് സിനിമകൾ ചെയ്തു. ഒരുപാട് അർജുൻ്റെ പാട്ടുകളൊക്കെ എനിക്ക് വളരെ വളരെ ഇഷ്ടമാണ്. പൊതുവെ എനിക്ക് പാട്ടുകാരോടും മ്യൂസിക് ഡയറക്ടേഴ്സിനോടും ഒക്കെ ഇഷ്ടമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കുട്ടിക്കാലത്ത് പാട്ടുകാരിയായിരുന്നു. സംഗീതമായിരുന്നു എൻ്റെ മനസ്സിൽ. പ്രശസ്ത നാടകകൃത്ത് ജോൺ ഫെർണാണ്ടസ് അധ്യക്ഷനായി.
കഥാപ്രസംഗം വീണ്ടും തിരിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ്. കേവലം കഥ പറയുക എന്നതല്ല കഥാപ്രസംഗത്തിന്റെ ദൗത്യം. അത് മനുഷ്യനെ ഉത്തമനായ മനുഷ്യനാക്കി മാറ്റാനുള്ള വഴിത്താര വെട്ടിത്തുറക്കുന്ന ഒരു കലാരൂപമാണ്. അതുകൊണ്ട് തന്നെയാണ് കഥാപ്രസംഗം ജനകീയമായത്. ജനകീയമായ എല്ലാത്തിനെയും MK അർജുനൻ മാസ്റ്റർ, കാതികൻ ഇരവിപുരം ബാസി, നഗരസഭാംഗം മുംതാസ്, ഇടക്കൊച്ചി സലിംകുമാർ, സുന്ദരൻ പനങ്ങാട്, മോഹൻ വെൺപുഴശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാക്കളായ AK പുതുശ്ശേരി, ചേർത്തല ശശികുമാർ, മരട് ജോസഫ് എന്നിവരെ ഉദ്ഘാടന വേദിയിൽ വെച്ച് ആദരിച്ചു. ഇടക്കൊച്ചി പ്രഭാകരൻ കലാകേന്ദ്രത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് കേരളത്തിലെ പ്രഗത്ഭരായ 11 കാതികരുടെ കഥാപ്രസംഗം ഉൾപ്പെടുത്തിക്കൊണ്ട് കഥാപ്രസംഗ രാവുകൾക്ക് തുടക്കമായി. പ്രശസ്ത കാതികൻ പ്രൊഫസർ ഐലം ഉണ്ണികൃഷ്ണന്റെ കഥാപ്രസംഗത്തോടെയാണ് കഥാപ്രസംഗ രാവുകൾക്ക് തുടക്കമായത്. സമസ്ത കേരള സാഹിത്യ പരിഷത്ത് ജനറൽ സെക്രട്ടറി MV ബെന്നി കഥാപ്രസംഗ രാവുകൾ ഉദ്ഘാടനം ചെയ്തു. ഈ നാട് പരിവർത്തിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചിടത്തു നിന്നാണ് നമ്മുടെ ചരിത്രം തുടങ്ങുന്നത്. അതിനു മുമ്പ് പ്രഭാഷകർ കേരളത്തിൽ ഉണ്ടായിരുന്നു. അവർ അവരവരുടെ സമുദായത്തോട് മാത്രം പ്രസംഗിച്ചു. പക്ഷെ മലയാളി എന്ന് പറയുന്ന പൊതുസമൂഹത്തോട് പ്രസംഗിക്കാൻ പ്രഭാഷകരെ തിരഞ്ഞെടുത്ത് ഒന്നുകൂടെ വികസിപ്പിച്ച് കഥാപ്രസംഗ കലയായി പിന്നീട് പരിവർത്തനപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും. കഥ എന്ന വാക്ക് ഒരുപാട് അർത്ഥങ്ങളുള്ള വാക്കാണ്. വരുന്ന 10 ദിവസങ്ങളിൽ കേരളത്തിലെ പ്രശസ്തരായ കാതികർ പള്ളുരുത്തി നഗരസഭ ലൈബ്രറിക്ക് മുന്നിലുള്ള EK നാരായണൻ സ്ക്വയറിലാണ് കഥാപ്രസംഗം അവതരിപ്പിക്കുന്നത്. ദിവസവും സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട്. കേരള പ്രദേശ് മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസ് എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന കൺവെൻഷൻ കേന്ദ്രമന്ത്രി പ്രൊഫസർ KV തോമസ് ഉദ്ഘാടനം ചെയ്തു. MES എംപ്ലോയീസ്മെന്റ് യൂണിയൻ 40ാം വാർഷിക സമ്മേളനം കടാരിബാഗ് സരസ്വതി ഹാളിൽ ചേർന്നു. പ്രതിനിധി സമ്മേളനം കേന്ദ്രമന്ത്രി പ്രൊഫസർ KV തോമസ് ഉദ്ഘാടനം ചെയ്തു. 1970 ആരംഭിക്കുന്നു. അന്ന് ശ്രീ DS ദാരാസിംഗ് VP മരക്കാരുമാണ് നേവൽ ബേസിലെ സിവിലിയൻ എംപ്ലോയീസിനെയും അതുപോലെ കഠാരിബാഗിലെ MES തൊഴിലാളികളെയും സംഘടിപ്പിക്കുന്നതിൽ ഉപയോഗിക്കുന്നു. അന്നത്തെ കേന്ദ്ര ഡിഫൻസ് പ്രൊഡക്ഷൻ മന്ത്രി MES എംപ്ലോയീസ് യൂണിയൻ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി R ശ്രീനിവാസൻ അധ്യക്ഷനായി. MLA മാരായ ഹൈബി ഈഡൻ, അൻവർ സാദത്ത്, കേണൽ PH ശർമ്മ, MB അബൂബക്കർ, VP രതീഷ്, PK തോമസ് എന്നിവർ സംസാരിച്ചു. നിർത്തിവെച്ച ചെല്ലാനം പാണ്ടിക്കുടി റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നവംബർ 12-ാം തീയതി മുതൽ ആരംഭിക്കുവാൻ തീരുമാനമായി. ഫോർട്ട് കൊച്ചി പൊതുമരാമത്ത് വകുപ്പ് റെസ്റ്റ് ഹൗസിൽ MLA വിളിച്ചു ചേർത്ത യോഗത്തിലാണ് തീരുമാനം. റോഡിനെ 3 ഭാഗങ്ങളായി തിരിച്ചാണ് ടാറിംഗ് ജോലികൾ പുനരാരംഭിക്കാൻ തീരുമാനമായത്. തെക്കേ ചെല്ലാനം മുതൽ ഗൊണ്ടുപറമ്പ് വരെ 1ാം ഘട്ടത്തിലും, ഗൊണ്ടുപറമ്പ് മുതൽ മറവക്കാട് വരെ 2ാം ഘട്ടമായും, മറവക്കാട് മുതൽ കണ്ടക്കടവ് വരെ 3ാം ഘട്ടമായുമാണ് ടാറിംഗ് ജോലികൾ പുനരാരംഭിക്കാൻ തീരുമാനിച്ചത്. ഈ സമയം റോഡ് പണി നടക്കുന്ന സ്ഥലത്തിലൂടെയുള്ള വാഹന ഗതാഗതം നിയന്ത്രിക്കും. യാത്രക്കാരുടെ സൗകര്യാർത്ഥം തെക്കേ ചെല്ലാനത്ത് നിന്നും ഗൊണ്ടുപറമ്പ് നീണ്ടകര വഴി കൂടുതൽ KSRTC ബസ്സുകൾ ഓടിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് MLA ഡൊമിനിക് പ്രസന്റേഷൻ യോഗത്തിന് ഉറപ്പ് നൽകി. എല്ലാവരും കൂടെ ചോദിച്ചാൽ അവർക്ക് പെട്ടെന്ന് എടുക്കാം. അതിൻ്റെ അടുത്ത് ബസ്സുകാർ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അപ്പോൾ അവരുടെ കൂടെ ബുദ്ധിമുട്ടി അവരെപ്പോഴും എന്നെ വിളിക്കാറുണ്ട്. ഈ അവരുടെ കൂടെ ബുദ്ധിമുട്ട് തീർക്കാൻ വേണ്ടിയാണ് ഈ കുഴി അടക്കാൻ തീരുമാനിച്ചത്. അപ്പം അതുകൊണ്ട് അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. അതെന്തുകൊണ്ടെന്ന് ആലോചിക്കണം. ഇത് തുടങ്ങുന്ന തെക്കുന്നാണ്. തെക്കൻ തുടങ്ങി ഒരു 5 ദിവസം നവംബർ തീരുമ്പോഴേ കൊണ്ടുവരുമ്പോൾ എത്തുള്ളൂ. അപ്പോഴേക്കും ആ 1 മാസം അവർ വാഹനം ഓടിക്കണം. ഇന്നത്തെ കണ്ടീഷനിൽ ഈ കുഴിയിൽ വെച്ച് അവർക്ക് ഓടിക്കാൻ പറ്റുമോ? അവരുടെ ബുദ്ധിമുട്ട് പറഞ്ഞത്. തിങ്കളാഴ്ച മുതൽ റോഡിലെ കുഴികൾ അടച്ചു തുടങ്ങും. പൊടി പറക്കാതിരിക്കാൻ ടാങ്കർ ലോറിയിൽ വെള്ളം കൊണ്ടുവന്ന് റോഡ് നനക്കുന്നത് കാര്യക്ഷമമാക്കും. PWD റെസ്റ്റ് ഹൗസിൽ ചേർന്ന യോഗത്തിൽ MLA ഡൊമിനിക് പ്രസന്റേഷൻ അധ്യക്ഷനായി. പഞ്ചായത്ത് പ്രസിഡന്റ് KP തങ്കച്ചൻ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ, ജാഗ്രതാ സമിതി പ്രവർത്തകർ, ബസ് ഉടമാ സംഘം പ്രതിനിധികൾ എന്നിവർ സംബന്ധിച്ചു. നമ്മുടെ പഞ്ചായത്ത് കഴിയാൻ സാധിക്കില്ല. കാരണം ഈ കുഴി അടച്ചാൽ അവിടെ പഞ്ചായത്തിനോട് വണ്ടി തിരിച്ചു പോകുമ്പോൾ വീണ്ടും കുഴിയും 2 പ്രാവശ്യം അടയാത്ത കുഴി ഇനി 3ാമതൊക്കെ നമുക്ക് കിടക്കാൻ പറ്റില്ല. അപ്പോൾ കുറച്ചെങ്കിലും ഈ കുഴി അടക്കുന്നതിൽ കുറച്ച് സത്യസന്ധത കാണിക്കണം. കാരണം അത് നോക്കാനോ അത് നിയന്ത്രിക്കാനോ ആരുമില്ലാത്തൊരവസ്ഥ. കുറച്ച് മെറ്റീരിയൽ കൊണ്ടുവന്ന ആ കുഴി എടുത്ത് ബസ് ഓടിക്കഴിയുമ്പോൾ അത് 2 സൈഡിലേക്ക് മാറിയിട്ട് ആ കുഴി വീണ്ടും വലിയൊരു കുഴിയായി മാറി.
അത് ഉണങ്ങി കഴിയുമ്പോഴേക്കും ഈ കൊണ്ടുവന്ന കെമിക്കൽ പൊടി ശ്വസിച്ച് ചെല്ലാനത്ത് എത്ര പേര് രോഗികളായിട്ടുള്ള ആ പരിസരത്തുള്ള ഹോസ്പിറ്റലിൽ അന്വേഷിച്ചല്ല. ഒരു മാർഗ തടസ്സവും ചെല്ലാനത്ത് ഉണ്ടായില്ല. പള്ളിത്തോട്ടിൽ നിന്ന് പള്ളിത്തോട് എന്തുവരെ പണിതിട്ടുണ്ട്. അവിടെയും ഒരു സൈഡ് വർക്ക് ചെയ്തു, ഒരു സൈഡിൽ ഒരു വാഹനം. ഞങ്ങളുടെ തീരപ്രദേശവാസികൾക്ക് ആകെയുള്ള ആശ്രയമാണ്. ഒരു 10-40 ബസ്സുണ്ട്. ഈ ബസ്സിൽ കൂടെ നല്ലൊരു ശതമാനം സ്ത്രീകളാണ് യഥാർത്ഥത്തിൽ ജോലിക്കുന്നത്. ഇവർക്കെല്ലാം ഈ ബ്ലോക്കൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നം. ഇപ്പോൾ 10-35 ദിവസം എടുക്കുന്ന, ചിലപ്പോൾ 40 ദിവസമായിരുന്നു. അതുകൊണ്ട് എന്തുകൊണ്ട് നേരെ റോഡിന്റെ ഒരു വശം ടാർ ചെയ്തുകൊണ്ട് മറുവശത്തിലൂടെ വാഹനങ്ങളെ കടത്തിവിടാൻ സംവിധാനം ഒരുക്കണമെന്ന് യോഗത്തിൽ പങ്കെടുത്ത CPM നേതാവ് KD മോഹനും ചെല്ലാനത്തെ പുരോഹിതരും ആവശ്യപ്പെട്ടെങ്കിലും PWD അധികൃതർ ഇത് അംഗീകരിച്ചില്ല. ഇതോടെ 20 ദിവസത്തോളം ചെല്ലാനത്തെ സ്വകാര്യ ബസ്സുകൾ കണ്ടക്കടവിലും മറവാക്കാടും സർവീസ് അവസാനിപ്പിക്കേണ്ട അവസ്ഥയിലാണ്. റോഡ് പണി 12-ാം തീയതി ആരംഭിക്കുമെന്ന ഉറപ്പ് ലഭിച്ചതോടെ CPM കണ്ടക്കടവിൽ നടത്തിവന്ന അനിശ്ചിതകാല സത്യാഗ്രഹ സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചു. നവംബർ 2-ാം തീയതി വെള്ളിയാഴ്ച കത്തോലിക്കർ മരിച്ച ആത്മാക്കളുടെ ദിനമായി ആചരിച്ചു. പള്ളികളിലും കുഴിമാടങ്ങളിലും പ്രത്യേക പ്രാർത്ഥന നടന്നു. മരണം അടഞ്ഞ പൂർവീകരെ അനുസ്മരിക്കുന്നതിനുള്ള ദിനമായാണ് കത്തോലിക്കർ ആത്മക്കാരുടെ ദിനത്തെ കാണുന്നത്. മരിച്ച വിശ്വാസികൾ മോക്ഷം പ്രാപിക്കുന്നതിനായി പള്ളികളിലും കുഴിമാടങ്ങളിലും പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. തങ്ങളുടെ പൂർവീകരെയും ബന്ധുക്കളെയും അടക്കം ചെയ്തിട്ടുള്ള കുഴിമാടങ്ങൾ പൂക്കൾ കൊണ്ട് അലങ്കരിച്ചും മെഴുകുതിരി കൊളുത്തിവെച്ച് പ്രാർത്ഥിച്ചുമാണ് ആത്മാക്കളുടെ ദിനം ആചരിച്ചത്. പുരോഹിതൻ സെമിത്തേരികളിലെത്തി വിശ്വാസികളുടെ മോക്ഷത്തിനായി പ്രത്യേക പ്രാർത്ഥനകൾ നടത്തി. എല്ലാവരും തങ്ങളുടെ ബന്ധുക്കളുടെ കുഴിമാടം പൂക്കൾ കൊണ്ടാണ് അലങ്കരിച്ചത്. പൂക്കൾ വാങ്ങാൻ പൂക്കടകളിൽ വൻ തിരക്കാണ് വെള്ളിയാഴ്ച അനുഭവപ്പെട്ടത്. ചവിട്ടുനാടക കലാകാരി മോളിക്ക് 5.5 ലക്ഷം രൂപ ചെലവ് ചെയ്ത് വീട് നിർമ്മിച്ചു നൽകുമെന്ന് കേന്ദ്രമന്ത്രി പ്രൊഫസർ KV തോമസ് പറഞ്ഞു. തോപ്പുംപടിയിൽ ജനമൈത്രി കേന്ദ്രത്തിന്റെ തറക്കല്ലിനോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കഴിഞ്ഞ 37 വർഷക്കാലമായി ചവിട്ടുനാടക രംഗത്ത് സജീവമായ മോളി പുത്തൻതോടിന്റെ ജീവിതാവസ്ഥ കഴിഞ്ഞ ദിവസം മന്ത്രി കണ്ണമാലിയിലെത്തി നേരിട്ട് ബോധ്യപ്പെട്ടിരുന്നു. ജീർണാവസ്ഥയിലായ ഇവരുടെ വീടിന് പകരം പുതിയ വീട് നിർമ്മിക്കാൻ നടപടികൾ എടുക്കാമെന്ന് അന്ന് മന്ത്രി ഉറപ്പു നൽകിയിരുന്നു. ഈ ഉറപ്പാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാവാൻ പോകുന്നത്. 542 സ്ക്വയർ ഫീറ്റിൽ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളുമുള്ള വീടാണ് മോളിക്ക് നിർമ്മിച്ചു നൽകുന്നത്. മോളി ആശാട്ടിക്ക് 5.5 ലക്ഷം രൂപ ചെലവിട്ടുള്ള ഒരു വീട് പണിത് കൊടുക്കാൻ തീരുമാനം എടുത്തിട്ടുണ്ട്. അതും ഒരു 3 മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇത് സമയം കണ്ടെത്തി ഇവിടെ എത്തിയ എൻ്റെ സുഹൃത്ത് തിരുവഞ്ചൂരിനോട്. സത്യനന്ദിക്കാടിന്റെ പുതിയ തീരങ്ങൾ എന്ന ചലച്ചിത്രത്തിൽ ശ്രദ്ധേയമായ ഒരു വേഷം മോളി ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് മന്ത്രി മോളിയുടെ വീട് സന്ദർശിച്ചത്. അന്ന് ചവിട്ടുനാടക ശൈലിയിൽ ഒരു പാട്ടുപാടിക്കൊണ്ടാണ് മോളി തന്റെ നന്ദി മന്ത്രിയെ അറിയിച്ചത്. നന്ദി ചൊല്ലിടുന്നു പൊന്നു ഗുരുവേ, ആശയോടെ പാവി എന്നെ കാത്തിടേണേ എന്നും. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയിലെ ആദ്യത്തെ പോലീസ് ജനമൈത്രി കേന്ദ്രത്തിന് തോപ്പുംപടിയിൽ തറക്കല്ലിട്ടു. പോലീസിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുവാൻ ആരെയും അനുവദിക്കില്ലെന്ന് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. കേരള പിറവിയോടനുബന്ധിച്ച് CPM ബ്രാഞ്ച് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ നവോത്ഥാന സദസ്സ് സംഘടിപ്പിച്ചു. ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.